സർ, കോക്രോച്ച് ജനതാ പാർട്ടി ജന്തർ മന്ദറിൽ തുടങ്ങിവെച്ച പ്രതിഷേധം, പ്രക്ഷോഭം അതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളൊക്കെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ളവരുടെ അറസ്റ്റ്, അതിനുശേഷം ജന്തർ മന്ദിറിൽ നിന്നും പ്രക്ഷോഭകരെ പോലീസ് ഒഴിപ്പിച്ചു. വീണ്ടും രാത്രിയോടുകൂടി തിരിച്ച് പ്രക്ഷോഭർ ജന്തർ മന്ദിർ കൈയടക്കുന്ന കാഴ്ച. അങ്ങനെ ദില്ലിയിൽ നിന്നും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായേക്കാം എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, പ്രതിപക്ഷ പാർട്ടികളുടെ സഹകരണം അല്ലെങ്കിൽ അവരുടെ പിന്തുണ ഇല്ലാതെ സിജെപിക്ക് ഈ സമരവുമായി മുന്നോട്ട് പോകാൻ സാധിക്കും? ഇന്നലെ കോൺഗ്രസ് അപ്രതീക്ഷിതമായി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ നടത്തിയ 3 മണിക്കൂർ നീണ്ട ഒരു ധർണ ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ അതിനു മുമ്പ് സമാനമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അതൊരു വീണ്ടും വിചാരത്തിന്റെ ഫലമായിട്ട് ഉണ്ടായതാണ്. കാര്യം പ്രതിപക്ഷത്തെ മുഖ്യ കക്ഷികളൊക്കെ ഇതുവരെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദർ സമരത്തെ അനുകൂലിക്കുകയും അവിടെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തപ്പോഴും ഏതാണ്ട് വളരെ അർത്ഥഗംഭീരമായ നിശബ്ദത പാലിക്കുകയായിരുന്നു കോൺഗ്രസ്. പക്ഷെ ഇന്നലെ ആണ് അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടത്. കാര്യം മുഖ്യ പ്രതിപക്ഷം ഇല്ലാതെ തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് ലഭിക്കുന്ന വലിയ ജനകീയ പിന്തുണ, പാർലമെന്റ് മാർച്ച്, ഒരുപക്ഷെ നേരത്തെ ഇന്ത്യ എഗൻസ്റ്റ് കറപ്ഷൻ മൂവ്മെന്റ് അണ്ണാ ഹസാരെയുടെ കാലത്ത് UPA സർക്കാരിനെതിരായി നടത്തിയ വലിയ മുന്നേറ്റത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ജനങ്ങൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുപരിയായി തടിച്ചുകൂടുകയും പ്രക്ഷോഭ രംഗത്തിറങ്ങുകയും അതിൽ ഭൂരിപക്ഷം പേരും ചെറുപ്പക്കാരായിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലാണ് കോൺഗ്രസ് പ്രതിപക്ഷ നേതൃസ്ഥാനം തങ്ങൾക്ക് നഷ്ടമാകുമോ എന്ന ഭയം കാരണമാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഇന്ത്യ സഖ്യത്തിലെ മറ്റു കക്ഷികൾ കോൺഗ്രസ് ഏകപക്ഷീയമായി സമരം ചെയ്തതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി എന്നും വാർത്തയുണ്ടായിരുന്നു. എന്തായാലും ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നിയന്ത്രണങ്ങൾക്ക് പുറത്തേക്ക് ചെറുപ്പക്കാർ സ്വമേധയാ പ്രതിഷേധം രേഖപ്പെടുത്താൻ വരുന്ന കാഴ്ചയാണ് കാണുന്നത്. അത് കേന്ദ്ര സർക്കാർ അതിന്റെ അപകടം നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്ന് കേന്ദ്ര സേനയെ ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്ന് ഡൽഹിയിൽ വിന്യസിക്കാനായിട്ട് വരുത്തിയിട്ടുണ്ടെങ്കിലും അത് ഒരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്രമന്ത്രിമാർ സമര നേതാക്കളുമായും സോണം വാങ്ചുക്കുമായും ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. കാര്യം പഞ്ചാബിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും കർഷക സംഘങ്ങളും ഒക്കെ സമരരംഗത്ത് എത്തുന്നുണ്ട്. അപ്പൊ ഇനി ഒരു സുരക്ഷാ ഏജൻസിയുടെയോ പോലീസിന്റെയോ ഒക്കെ ഒരു ബലപ്രയോഗത്തിലൂടെ ഈ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാനോ സമരം നിയന്ത്രിക്കാനോ പറ്റില്ല എന്ന് കേന്ദ്ര സർക്കാരിനും BJP NDA നേതൃത്വത്തിനും ബോധ്യമുണ്ടായിട്ടുണ്ട്. കാരണം അണ്ണാ ഹസാരെ പോലെ ഒരുപക്ഷെ അതിനേക്കാട്ടിലും മനഃശക്തിയുള്ള ഒരു നേതാവാണ് സോണം വാങ്ചുക്. പക്ഷെ അദ്ദേഹത്തിനെതിരായി കേരളത്തിൽ തന്നെ അടുത്ത കാലത്ത് ഞാൻ വായിച്ചിട്ടുള്ള ഏറ്റവും വളരെ വേദനിപ്പിക്കുന്ന ഒരു വിശേഷണം, അദ്ദേഹം കൂലിക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തിയത് എന്നുള്ളതാണ്. കാര്യം അദ്ദേഹത്തിനെതിരെ ആരോപിച്ച മറ്റൊരു കാര്യം ചൈനീസ് ചാരനാണ് എന്നുള്ളതാണ്. ആദ്യഘട്ടങ്ങളിൽ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഭരണകക്ഷിക്ക് എതിരായ അഹിതമായ കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ തീവ്രവാദികൾ, അർബൻ നക്സലൈറ്റുകൾ, ചാരന്മാരെന്നൊക്കെയാണ് ആക്ഷേപിക്കുന്നത്. സോണം വാങ്ചുക് ഒരു സന്നദ്ധ സേവന പ്രവർത്തകനാണ്. മാക്സസെ അവാർഡ് ജേതാവാണ്. 1988 സ്റ്റുഡൻസ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ഓഫ് ലഡാക്ക് എന്ന ഒരു പ്രസ്ഥാനം രൂപീകരിച്ചാണ് അദ്ദേഹം പൊതുരംഗത്തേക്ക് എത്തിയത്. ലഡാക്കിന്റെ ഭാഷയെയും സംസ്കാരത്തെയും അവഗണിക്കുന്നതിനെതിരായിട്ടുള്ള മൂവ്മെന്റിന് അദ്ദേഹം അവിടെ നേതൃത്വം നൽകി. -ഡിഗ്രി തണുപ്പിൽ 21 ദിവസം നീണ്ടുനിന്ന കാലാവസ്ഥ, ക്ലൈമറ്റ് ഫാസ്റ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്ന കാലാവസ്ഥ ഉപവാസം നടത്തിയാണ് അദ്ദേഹം ശ്രദ്ധേയനായത്. ലഡാക്കിന് 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തി പ്രത്യേക പദവി നൽകണം, സംസ്ഥാന പദവി നൽകണം, തദ്ദേശീയർക്ക് സ്വയം തൊഴിൽ ലഭ്യമാക്കണം, ആദിവാസികളാണ് കൂടുതലുള്ളത്, അവർക്ക് പ്രത്യേക അവകാശങ്ങൾ നൽകണം എന്നൊക്കെ ആവശ്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ചു. അത് മാത്രമല്ല, അറിയാം, വളരെ ദുർഘടമായ പ്രദേശത്ത് നിന്ന്, ലഡാക്കിൽ നിന്ന് 700 കിലോമീറ്റർ താണ്ടി കാൽനടയായി ഡൽഹിയിലെ രാജ്ഘട്ടിലേക്ക് അദ്ദേഹം 2024 സെപ്റ്റംബർ 1-ാം തീയതി മുതൽ വലിയ ഒരു പദയാത്ര നടത്തി. ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. പിന്നീട് പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോഴാണ് രാജ്ഘട്ടിൽ പോകാനായിട്ട് സമ്മതിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് മാക്സസെ അവാർഡ് ലഭിച്ചത്
ഒട്ടേറെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ ബദൽ മാർഗങ്ങളിലൂടെ നടത്തിയ പ്രവർത്തനങ്ങളുടെ അംഗീകാരമായിട്ടാണ്. മഞ്ഞുമലകൾ ഉരുകുന്നതിനെതിരായി അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, കാർബൺ പുറന്തള്ളൽ തടയണം ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ചില ബദൽ മാതൃകകളുണ്ട്. ഐസ് സ്തൂപങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ഈ ഒരു വർഷത്തിലെ ഒട്ടേറെ മാസങ്ങൾ മൈനസ് ഡിഗ്രിയിൽ ഉള്ള പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ലഡാക്കിൽ ഐസ് സ്തൂപങ്ങൾ നിർമ്മിക്കുന്നു. അത് കഴിഞ്ഞ് ജലക്ഷാമം പരിഹരിക്കാൻ വേണ്ടി ഇത് ഈ വേനൽക്കാലത്ത് ഈ ഐസ് സ്തൂപങ്ങൾ ഉരുക്കി അതിൽ നിന്ന് വെള്ളം ശേഖരിച്ചാണ് അവിടെ ഒരു ബദൽ മാതൃക അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സൗരോർജം മാത്രം ഉപയോഗിക്കുന്നതും മണ്ണിൽ നിർമ്മിക്കുന്നതുമായ കെട്ടിടങ്ങളൊക്കെ നിർമ്മിച്ച കാര്യങ്ങൾ കണക്കിലെടുത്താണ് അദ്ദേഹത്തിന് മാഗ്സസെ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാൾ 24-ാം ദിവസമാണ് ഇന്ന് നിരാഹാരത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. അതൊരു മനോധൈര്യത്തിന്റെ ഉത്തമ ഉദാഹരണമാണ്. അദ്ദേഹത്തിന് ഭക്ഷ്യവിഷബാധ ഏറ്റു എന്നൊക്കെ പറഞ്ഞു വളരെ വ്യാപകമായ ക്യാരക്ടർ അസാസിനേഷൻ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും അതിനെ എതിർക്കുന്നവർ വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നു. അതിനെയൊക്കെ അതിജീവിച്ചാണ് യുവജനങ്ങളുടെ ഒരു ആവേശമുയർത്തിക്കൊണ്ട് അദ്ദേഹം സമരരംഗത്ത് നിലയുറപ്പിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാർക്ക് ഇങ്ങനെയുള്ള ഒരു ഐക്കണ്ണെ ഇപ്പോൾ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അണ്ണാ ഹസാരെ മൂവ്മെന്റിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു വലിയ ജനകീയ മുന്നേറ്റം ഡൽഹിയിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കട്ടെ, ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു ജനരോഷമല്ല. പക്ഷേ ഭരണകക്ഷിക്ക് ഇത് വലിയ തോതിൽ രാഷ്ട്രീയമായി തിരിച്ചടി ഉണ്ടാക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ ചർച്ച ആരംഭിക്കാൻ BJPയുടെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാകുമോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഒരു കാരണവശാലും ഇപ്പം രാജി ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നില്ല. പക്ഷെ പാറ്റകൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഉയർത്തിയിട്ടുള്ള മറ്റ് ആവശ്യങ്ങൾ, അതായത് പരീക്ഷാ ക്രമക്കേടിന്റെ ഫലമായി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന കുട്ടികൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിക്കാനും ഒരു ചർച്ചകളിലൂടെ ഇനി സമന്വയത്തിലൂടെ തൽക്കാലം ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനും കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായേക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു കാര്യം കൂടെ ഇവിടെ പറയേണ്ടതുണ്ട്. കാര്യം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ പിളർത്തി ലോക്സഭയിലും രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷത്തിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയത്താണ് അപ്രതീക്ഷിതമായി ഈ യുവജന രോഷം ഉണ്ടായിട്ടുള്ളത്. ആദ്യം ആം ആദ്മി പാർട്ടിയെ രാജ്യസഭയിൽ പിളർത്തി, അതിനുശേഷം ഉദ്ധവ് താക്കറെയുടെ കക്ഷിയെ, പിന്നെ അതിനു മുമ്പ് തൃണമൂൽ കോൺഗ്രസിനെയൊക്കെ രാജ്യസഭയിൽ ലോക്സഭയിലും പിളർത്തി ഭരണകക്ഷിയുടെ അംഗസംഖ്യ കൂട്ടിയ NDAക്ക് ഏറ്റ വലിയ രാഷ്ട്രീയ തിരിച്ചടിയും അടിയുമാണ് യുവജന പ്രക്ഷോഭം. യെസ്, എന്തായാലും ഈ ഏത് നിലയിലായിരിക്കാം കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്ന് കണ്ടറിയേണ്ടതാണ്. കഴിഞ്ഞ ദിവസം തന്നെ പെല്ലറ്റ് ഗൺ ഉൾപ്പെടെയുള്ളവ ഉപയോഗിച്ചതുകൊണ്ട് കനത്ത പ്രതിഷേധമാണ് വീണ്ടും വിദ്യാർത്ഥികൾക്കിടയിൽ നിന്ന് അല്ലെങ്കിൽ CJP പ്രവർത്തകർക്കിടയിൽ നിന്നും ഉയർന്നു വന്നത്. ഇതിനിടയിലാണ് സാർ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വീണ്ടും തങ്ങളാണ് പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി എന്ന് തിരിച്ചറിയാതെ തങ്ങളില്ലെങ്കിലും രാജ്യത്തൊരു പ്രക്ഷോഭം നടന്നേക്കാം എന്ന ഒരു വലിയ തിരിച്ചറിവായിരിക്കണം പ്രധാനമന്ത്രിയുടെ വീടിന് വസതിക്ക് മുന്നിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുചെന്നെത്തിച്ചത് എന്ന് വേണം കരുതാൻ. ഈ നിലയിൽ കോൺഗ്രസ് കൂടി പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. ഏത് നിലയിൽ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ, ഏത് നിലയിൽ കേന്ദ്ര സർക്കാർ ഈ പ്രക്ഷോഭത്തെ കൈകാര്യം ചെയ്യും എന്ന് കണ്ടറിയേണ്ടതാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ളതും വരും മണിക്കൂറുകളിലോ വരും ദിവസങ്ങളിലോ നമുക്കറിയാൻ സാധിക്കും. വ്യക്തമാണ്. താങ്ക് യു പ്രദീപ് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.